ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തി കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും വീട്ടുകാരുമായിട്ട് നമ്മുടെ കിളിക്കൂടിൽ എത്തിയിട്ടുണ്ടല്ലോ. വരുമ്പോൾ തന്നെ ഭാസ്കരൻ എല്ലാവരും ഒക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീടുമൊക്കെ അവർ നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, വർഷങ്ങളായി പഴക്കമുണ്ടെന്നേ ഉള്ളൂ, നല്ല വീടാണ് എന്ന് ഭാസ്കരൻ പറയാണ്. പിന്നെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് വന്നവരും പരിചയപ്പെടുവാണ്, ഞാൻ ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയാണെന്നൊക്കെ. വന്നിരിക്കുന്നത് സുഭാഷേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് അറിയുമ്പോൾ നികേഷിന് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, കണ്ടാൽ പെണ്ണിൻ്റെ ചേച്ചിയെ പോലെയല്ലേ ഇരിക്കുന്നത്? ആ അതന്നെ. അപ്പോൾ പ്രായം എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് എനിക്ക് 35 വയസ്സുണ്ടെന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ ഭാസ്കരന് തീരെ പിടിക്കണില്ല. പിന്നെ വിവാഹം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞു. അത് വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സിന് കൊടുത്തിരിക്കുകയാണ്. ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല, 2-3 മാസത്തിനകം അത് ഉടനെ ആവും എന്നൊക്കെ പറയാം കേട്ടോ. പെണ്ണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആദ്യത്തെ കല്യാണം തന്നെ നമ്മൾ നല്ല രീതിയിൽ എല്ലാം കണ്ടും ഒക്കെയാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത്. പക്ഷെ അതങ്ങോട്ട് ശരിയായില്ല, അവരൊന്നും ആളത്ര ശരിയല്ല, നല്ലതായിരുന്നില്ല ബന്ധം. എൻ്റെ മോള് അവിടെ ചെന്ന് കുറേ കഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചത്. ഡിവോഴ്സ് ഉടനെ തന്നെ കിട്ടുവേ, നമുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് എത്രയും വേഗം ഇതങ്ങ് ഉറപ്പിച്ചാലോ എന്ന്. ഭാസ്കറിന് ദേഷ്യം വരുവാണ്. ഭാസ്കരൻ ചോദിക്കണം, ഉറപ്പിക്കാനോ? അതിന് സുഭാഷിന് എൻ്റെ പ്രായം കുറവാണല്ലോ. പെണ്ണിൻ്റെ അമ്മ പറയാം, ആ പയ്യന് ഇവളെക്കാളൊരു 3 വയസ്സിന് ഇളയതാണ്, അതിനൊന്നും കുഴപ്പമില്ല, ഇന്നത്തെ കാലമല്ലേ, അതൊന്നും കുഴപ്പമില്ലേ, പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. എന്താ അപ്പോൾ തന്നെ സുഭാഷ് പറഞ്ഞാ, ഞാനും ആ കുട്ടിയും തമ്മിൽ ഇതെല്ലാം സംസാരിച്ചിട്ടാണ് തീരുമാനത്തിലെത്തിയത്. എന്നാൽ പിന്നെ നിങ്ങൾ തമ്മിൽ അങ്ങ് ആയി പോരായിരുന്നോ? ഇവിടെ എന്തിനാ മറ്റുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തിയത്? അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഭാസ്കരനും പറയാണ്. അന്നേരം ബ്രോക്കറിന് ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ബ്രോക്കറിന് സുമേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുമേഷ്, നീ ഇതൊന്നും ഇവിടെ ആരോടും പറഞ്ഞില്ലായിരുന്നോ? അല്ല അത് കുഴപ്പമില്ല, അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ശരി ദേഷ്യമൊക്കെയാണ്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കാര്യമാക്കി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം നമുക്കൊരു ഉറപ്പീരങ്ങ് നടത്തി വെച്ചാലോ, വരുന്ന ആഴ്ചയിലോ വല്ലതും. അന്നേരം ഇവർ പറഞ്ഞിട്ട് ശരി, ഞങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പറയാമെന്ന് പറയാം കേട്ടോ. എന്തായാലും വന്നിരിക്കുന്ന പെണ്ണിനെ വീട്ടുകാരെ ഒന്നും ഭാസ്കരനും ബാക്കി ആർക്കും ബോധിച്ചിട്ടില്ല. അതുമാരാതെ നമ്മുടെ സുഭാഷിനൊട്ടും ബോധിച്ചിട്ടില്ലെങ്കിലും അനിയന് വേണ്ടി എല്ലാ ത്യാഗവും സഹിക്കാമെന്ന് വിചാരിച്ചു. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുഭാഷ് അടുക്കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞ് പോവാ. എന്നാൽ ഏട്ടനെ പിടിച്ച് അവിടെ നിർത്തണുണ്ട് ഹരീഷ്, നികേഷും എല്ലാവരും കൂടെ. എന്നിട്ട് ചോദിക്കുകയാണ്, അതെ ഞങ്ങൾക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ഏട്ടൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ ഈ വിവാഹം? അതെ, എന്താ? പക്ഷേ ഇത് ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഏട്ടൻ്റെ മനസ്സിന് സന്തോഷത്തോടു കൂടിയാണോ ഇത് പറയുന്നത്? ആയത് എടാ, അതിനിപ്പോൾ എന്താ? ആ കുട്ടിക്ക് എന്താ ഒരു കുറവ്? ഒരു വിവാഹം കഴിഞ്ഞു എന്നല്ലേ ഉള്ളൂ, അത് ഡിവോഴ്സായി നിൽക്കല്ലേ, അതിനിപ്പോൾ എന്താ? നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താ? ഞാൻ കല്യാണം കഴിക്കണമെന്നല്ലേ? അപ്പോൾ അതങ്ങ് നടക്കട്ടെ. ഏട്ടൻ എന്തൊക്കെയാണ് പറയണത് എന്നും പറഞ്ഞ് അത് ഇങ്ങനെ തന്നെ ആവണമെന്നാണോ ഞങ്ങൾ ആഗ്രഹിച്ചത്? അപ്പം സുധീഷ് പറയുന്നുണ്ട്, ആ കുടുംബത്തെ പറ്റിയോ പെണ്ണിനെ പറ്റിയോ ഒന്നും അന്വേഷിക്കാതെ ഞങ്ങളോട് ഒന്നും പറയാതെ ഒറ്റയ്ക്ക് പോയി എന്തിനാ ഏട്ടൻ അന്വേഷിച്ചിട്ടൊക്കെ വന്നേ? എന്താ കാര്യം? അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ശരി ആയിക്കോട്ടെ, ഈ ഒരു ബന്ധം നല്ലതാവുമെന്ന് സുഭാഷ് ഏട്ടന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും സുധീഷ് ചോദിക്കണം, അതെ 2ാം കല്യാണക്കാർ തന്നെ വേണമെന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? എടാ, ഒരു കല്യാണം കഴിഞ്ഞു, അത് ഫെയിലായി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വേറെ കല്യാണം കഴിച്ചുവിടാന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നികേഷ് പറയാം, ഏട്ടനും 2ാം കല്യാണം ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ? ഇതിപ്പോൾ ഏട്ടന് ആദ്യത്തെ കല്യാണമല്ലേ, പിന്നെന്താ? അത് മാത്രമല്ല ചേട്ടനേക്കാളും പ്രായം കൂടുതലും, അങ്ങനെയുള്ള ആളെ തിരക്കിട്ട് എന്തിനാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കേട്ടാ. ഇവർക്ക് നല്ല വിഷമമുണ്ട് അനിയന്മാർക്കൊക്കെ. എന്നാലും എടുപിടിയെന്ന് അവർ ഈ കല്യാണം നടത്തുമ്പോൾ തന്നെ അവർ ഫാമിലിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നെന്ന് പറയാം. ഇതെല്ലാം കണ്ടും കേട്ടും ഭാസ്കരൻ അവിടെ ഇപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ വിചാരിക്കണത് എനിക്കൊന്ന് സംസാരിക്കണമെന്നുള്ളൂ. ഭാസ്കരനകത്തേക്ക് കയറി വരും. അപ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, നമ്മൾ എത്രയോ വീട്ടിൽ പെണ്ണ് കാണാൻ പോയി, അവിടെ എവിടെയെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാരും വന്ന് ആണ് വീട്ടിൽ വന്ന് പെണ്ണ് കാണുന്നത് പോലെ ഉള്ള ചടങ്ങ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നോ? ഇതൊക്കെ എന്ത് നടപടി? അപ്പോൾ സുഭാഷ് പറയടാ, അത് പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ, ഇന്ന് അങ്ങനെയൊന്നുമല്ല. ആണിൻ്റെ വീട്ടിൽ പെണ്ണും പെണ്ണിൻ്റെ വീട്ടിൽ ആണും ഒക്കെ പോവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ വന്ന് ഇങ്ങോട്ട് സുഭാഷിന് കുറേ വഴക്ക് കൊടുക്കണം. നിനക്ക് എന്താടാ, വട്ടാണോ നീ? എന്തിൻ്റെ ഏടാ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ആ കുടുംബം അത്ര നല്ലതല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം നിങ്ങളെപ്പോലെയല്ല, ഞാൻ കുറേ ഓണം കൂടുതലുണ്ടതാ, പല ആൾക്കാരോട് ഇടപഴകുകയും ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഫ്രോഡ് കുടുംബമാണെന്നാണ് സംസാരത്തിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിലായെന്ന് നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം
എന്നിട്ട് പറയാം നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞാലൊന്നും നിനക്കൊക്കെ മനസ്സിലാകത്തില്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും മര്യാദയുണ്ടോ പറ. അവർക്ക് മര്യാദയുണ്ട്, അവർക്ക് എന്തെങ്കിലും മര്യാദ ഉണ്ടെങ്കിലേ ആ രണ്ടാം കെട്ട് എന്തായാലും ആദ്യത്തെ കല്യാണം പോയി. അപ്പോൾ ആദ്യമായിട്ട് കല്യാണം പോലും കഴിക്കാത്ത ഒരു പയ്യൻ്റെ ഫ്രണ്ടിലേക്ക് ആ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമോ? അതൊരു മര്യാദയാണോ? അത് നീ ചിന്തിച്ചില്ലേ? അതെ, എല്ലാം ആ കുട്ടിയാണ് നോക്കി കണ്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞില്ലേ? ഇവിടെ കഴുതേ കോപ്പ്, ഈ കല്യാണം നിനക്ക് നടന്നില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് തല വെക്കരുത്. നിൻ്റെ ജീവിതമാണ്, നീയാണ് സഹിക്കേണ്ടത്. എന്തിലെങ്കിലും കൊണ്ട് തല വെച്ചിട്ടേ അവസാനം ഊരാൻ പറ്റാത്ത ഗതിയാവും സുഭാഷേ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് സുഭാഷ് അന്യന്മാരോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, അച്ഛൻ അങ്ങനെ പലതും പറയുന്നു, അവരെ സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിടുക കേട്ടോ. പക്ഷേ നിധിക്ക് നല്ല വിഷമമുണ്ട്. നിധി എന്താ ചെയ്യുന്നത് വെച്ചാൽ സുഭാഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് സുഭാഷേട്ടാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ്? അല്ല സുഭാഷേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധം നല്ലതാണോ? ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. ഇത് ആ കുട്ടിക്ക് രണ്ടാം കല്യാണം ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ താല്പര്യമില്ലാത്തത്? അങ്ങനെയൊന്നും അല്ല. രണ്ടാമത് വിവാഹം കഴിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പ്രായക്കൂടുതലാണോ പ്രശ്നം? അതും അല്ല സുഭാഷേട്ടാ, പ്രായക്കൂടുതലും പ്രായക്കുറവൊക്കെ നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അതിലതൊന്നും പ്രശ്നമില്ല. ഞാനതല്ല ഉദ്ദേശിച്ചത്. ഇവരെ ഭയങ്കര വെപ്രാളത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തണമെന്ന് പറയുന്നു. അത് കുറച്ച് ഫാസ്റ്റായി പോയില്ലേ? അപ്പോൾ അതിലെന്തോ കുഴപ്പമില്ലേന്ന് ഞാൻ ചോദിക്കണം. അതുകൊണ്ടാണ് ഒന്നും കൂടെ ആലോചിച്ചെടുത്തൂടെ തീരുമാനം. ജീവിതമല്ലേ സുഭാഷേട്ടാ, സുഭാഷേട്ടനൊരു ജീവിതം കിട്ടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് ദുഃഖത്തിലാവരുത്, അതാ നമ്മുടെ വിഷമം. ഇല്ല മോളെ, അങ്ങനെയൊന്നും വരില്ല, മോളൊന്നും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിധിയാണെങ്കിൽ ഇപ്പോൾ അതുപോലെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങാണ്. എന്നും ബസ്സിലാണല്ലോ പോകണം നികേഷിൻ്റെ കൂടെ. പക്ഷേ ഇന്ന് വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കട്ടോ. സുദേശ് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ ഇന്നും വണ്ടിയിലാണോ പോകുന്നത്? അതെ, എന്താ എനിക്ക് വണ്ടിയിൽ പൊക്കൂടെ? ബസ് സ്റ്റോപ്പിൽ കുറേ വായി നോക്കികളുണ്ട്, അതൊന്നും സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയട്ടോ. അത് ശരി, അപ്പോൾ അതാണ് കാര്യം. എന്നാൽ പിന്നെ ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയെല്ലാം തുടച്ച് ഡ്രസ്സ് നല്ല നീറ്റാക്കിയിട്ട് പോവാണ്. അപ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കിക്കറൊക്കെ അടിച്ച് ഒക്കെ ശരിയാക്കി നിധി തന്നെ വണ്ടി കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ സുധീഷാണെങ്കിൽ എന്താ ചെയ്യുക? ഉടനെ പറയുന്നുണ്ട്, അതെ ഞാൻ ഇട്ടിങ്ങനെ ഷർട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ചോദിക്കട്ടെ. ബസ് സ്റ്റോപ്പിൽ വായി നോക്കാൻ പോകുന്നില്ലേ? നിധിക്കാണെങ്കിൽ തീരെ പിടിക്കുന്നില്ല. സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇത് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതൊന്നും ഇഷ്ടപ്പെടാത്തതെന്ന്. എന്നിട്ട് ബൈക്ക് കൊടുത്തുകൊണ്ട് നിധിയുടെ തൊട്ട് പിറകെ പോകുന്നുണ്ട് വെച്ച് പിടിച്ച്. സാധാരണ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ പോകുന്ന സുധീഷ് നിധിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിധി നോക്കുമ്പോൾ തൊട്ട് പുറകിലുണ്ട്. അങ്ങനെ അവർ അപ്പോൾ ചോദിക്കണം, നിങ്ങൾ എന്തിനാ പുറകെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കട്ടോ. ഞാൻ നിധിയുടെ കൂടെ അല്ലാതെ ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറയട്ടോ. വന്നേക്കുന്ന ഒരാൾ. അങ്ങനെ ഇവരങ്ങനെ പോവാണ് കേട്ടോ. അതാണ് വഴിയിൽ വെച്ചിട്ട് സുധീഷിൻ്റെ അടുത്ത് വെച്ചിട്ട് സുധീഷിനെയും നിധിയേനെയും നമ്മുടെ നീതു കാണും കേട്ടോ. നീതുവിന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്